ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് തണ്ണിമത്തൻ തോട്ടമാണ്. ഒരു 19 സെൻറ്റ് സ്ഥലം മൊത്തം ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുകയാണ്. ഇന്ന് ആ തണ്ണിമത്തൻ്റെ വിളവെടുപ്പാണ്. അപ്പോൾ ആ വിളവെടുപ്പിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഈ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല തണ്ണിമത്തന് ഇതുപോലെ ഇഷ്ടംപോലെ തണ്ണിമത്തൻ ഇവിടെ ഉണ്ടായി കിടക്കുകയാണ്. ഇവിടെ എല്ലാം തണ്ണിമത്തനുണ്ട്. അതുപോലെ ഇത് നമ്മുടെ ചുമല കളറുള്ള മുറിച്ചാൽ അകം ചുമന്നിരിക്കുന്ന തണ്ണിമത്തനാണ്. അതുപോലെ മഞ്ഞ കളറ് തണ്ണിമത്തനുണ്ട്, അത് കാണിക്കാം. ഇങ്ങോട്ട് വാ. ഇതാണ് ആ മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ. അതിൻ്റെ തോട് കണ്ടോ, നമ്മുടെ പണ്ടത്തെ ആ വലിയ തണ്ണിമത്തൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇത്. ഇത് മഞ്ഞ കളറാണ്. ഇത് മുറിച്ചാൽ ഇതിനകം മഞ്ഞയാണ്. നമ്മളിത് മുറിച്ച് കാണിക്കാം. ഇത് വിളവെടുത്ത് കഴിഞ്ഞ് മുറിച്ച് കാണിക്കാം. തണ്ണിമത്തൻ്റെ വിളവെടുപ്പിലേക്ക് പോകാം. അത് തണ്ണിമത്തൻ വിളവെടുക്കാൻ വേണ്ടി നമ്മുടെ അയൽക്കാരെല്ലാം വന്നിരിക്കുകയാണ്. ഇവിടെ കൃഷി ഓഫീസർ ഇന്ന് വിളവെടുക്കുകയാണ്. നമ്മുടെ മുതിർന്ന ആൾക്ക് കൃഷി ഓഫീസർ കൈമാറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്തൻ മേടിച്ചവരെല്ലാം ഈ പ്രാവശ്യം വന്ന് തണ്ണിമത്തൻ മേടിച്ചിരിക്കുകയാണ്. കാര്യം അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള മധുരമുള്ള നല്ല തണ്ണിമത്തനാണ്. അപ്പൊ ഇത് എന്നാ കളറാകാൻ മുറിച്ച? ഇത് മഞ്ഞ കളറാണ്. ഇതിന് ഒരു പ്രത്യേകതയുള്ള ഈ മഞ്ഞ ഇതിന് തൊലി വളരെ കട്ടി കുറവാണ്. ദശയാണ് കൂടുതൽ. നല്ല അതെ, നല്ല ടേസ്റ്റ് ആണ്. അത് മഞ്ഞ കളറായിട്ടിരിക്കുമ്പോൾ ഒരു വെറൈറ്റി ആണത്. ചുമലയെ അപേക്ഷിച്ച് എനിക്കിഷ്ടം ഇതാണ് കൂടുതൽ. അപ്പം നമ്മുടെ നെയ്ബറാണ് അവറാച്ചിയുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. നല്ലൊരു കർഷകരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും അവാർഡുകൾ പുള്ളിക്ക് കർഷക ശ്രീയുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ മണർകാട് പ്രദേശത്ത്. ഇനി ഉയരങ്ങളിലേക്ക് നീങ്ങട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ ഒരു നല്ല കർഷകൻ വളർന്നു വരട്ടെ. പിന്നെ അവറാച്ചിക്ക് ഈ തണ്ണിമത്തൻ തന്നെയല്ല കൃഷി. അവറാച്ചി എന്ന് പറഞ്ഞാൽ ഒരു നല്ല കൃഷിക്കാനാണ്. അങ്ങോട്ട് നോക്കിയാൽ പാവല് പടവലം. അതെ, ശരിയല്ല. ഈ 50 സെന്റ് സ്ഥലത്ത് മാത്രമേ തണ്ണിമത്തനുള്ളൂ. ബാക്കിയുള്ള സ്ഥലം മൊത്തം വാഴയും പാവലും പടവലും അങ്ങനെ നിറയെ കൃഷികളാണ്. അതിന് അവറാച്ചിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രായ്ചാൻ എന്ന് പറഞ്ഞ ആളാണ് ഇതിനു വേണ്ടി എല്ലാം. അതെ അതെ, രായ്ചാൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. രായ്ചാനാണ് ഇദ്ദേഹമാണ് അവറാച്ചിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവറാച്ചിക്ക് ഇത് തുടങ്ങാൻ ഇങ്ങനെ ഇത് വന്നപ്പോ രായ്ചാൻ ഇങ്ങനെ പറഞ്ഞൊരു സംരംഭം അവറാച്ചി തുടങ്ങിക്കോ, ഞങ്ങൾ പുറകിലുണ്ടെന്നും പറഞ്ഞ് പൂർണ്ണ പിന്തുണ കൊടുത്ത് അവറാച്ചി ഇത് ഇത്രയും നല്ല രീതിയിലായി. അവറാച്ചി ഇതല്ല, ഈ മണർകാട് കവലയിൽ അവറാച്ചി കുറച്ച് സ്ഥലം കൂടി എടുത്ത് ഇതുപോലെ വാഴയും തണ്ണിമത്തനും പിന്നെ വെള്ളരിയും അങ്ങനെയുള്ള എല്ലാ രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനോരമയുടെ ആള് വന്ന് അവറാച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു കർഷകൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അവറാച്ചിക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തണ്ണിമത്തനോ അങ്ങനെയുള്ള വാഴക്കുലകളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ നമ്പർ നമ്മുടെ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പൊ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം പച്ചക്കറികളോ ഒക്കെ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം വാഴ, ഇഷ്ടംപോലെ വാഴയും അതുപോലെ തണ്ണിമത്തനൊക്കെ നമ്മൾ നിൽക്കുന്നതിന്റെ കാൽ ചുവട്ടിലാണ് തണ്ണിമത്തൻ കിടക്കുന്നത്. നിറയെ തണ്ണിമത്തനാണ്. ഈ ഒരു 50 സെന്റ് നിറച്ച് തണ്ണിമത്തൻ കായ്ച്ചു കിടക്കുകയാണ്. ഇതെല്ലാം ഈ ചപ്പെല്ലാം മൂടിയിട്ടിരിക്കുന്നത് തണ്ണിമത്തന്റെ മേളിലാണ് ചപ്പിട്ടിരിക്കുന്നത്. കാര്യം ഈ വെയിൽ കൂടുതലുണ്ടെങ്കിൽ തണ്ണിമത്തൻ പൊട്ടിക്കീറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ വെയിലിന്റെ കൂടുതൽ കൊണ്ട് നമുക്ക് തണ്ണിമത്തൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതുപോലെ തണ്ണിമത്തന്റെ മേഖലയിൽ നമുക്ക് ഇതുപോലെ ചപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, തണ്ണിമത്തൻ കിടക്കുന്നുണ്ട്. പിന്നെ മേളിൽ ഇങ്ങനെ ചപ്പിട്ട് കൊടുക്കും വെയിലത്ത്. കാര്യം ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അല്ലെങ്കിൽ വെയിൽ ഇതുപോലെ അടിച്ചു കഴിയുമ്പോൾ തണ്ണിമത്തൻ മൂത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പം അങ്ങനെ ആകാതിരിക്കാനാണ് ഇങ്ങനെ മൂടി ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ മഞ്ഞ തണ്ണിമത്തനാണ്, അത് മൂടിയിട്ടിരിക്കുകയാണ്. ഇതുണ്ട്. ഇതെല്ലാം നമുക്കിപ്പം വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ്. കുറച്ചിപ്പം നമ്മൾ വിളവെടുത്തല്ലോ, ഇനിയും വിളവെടുക്കാൻ തണ്ണിമത്തൻ ഇഷ്ടംപോലെ തണ്ണിമത്തൻ ഈ പറമ്പിലുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കർഷകനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.